മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള 3 കിടിലൻ ടിപ്സുകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിൽ 2 ടിപ്സ് വാട്സപ്പിലെ ടിപ്സും അതുപോലെ തന്നെ 1 നമുക്ക് യൂട്യൂബിലെ ടിപ്സുമാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആ ടിപ്സുകളെന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യുന്ന യൂട്യൂബിൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ ആ ടിപ്സ് പരിചയപ്പെടുത്തുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് 3 ടിപ്സ് പരിശോധിക്കുമ്പോൾ ആദ്യം നമ്മൾ യൂട്യൂബിൽ എന്തൊക്കെയാണ്, യൂട്യൂബിൻ്റെ ടിപ്സ് എന്താണെന്ന് നോക്കാം. യൂട്യൂബിൽ നമുക്ക് ഒരു ടിപ്സാണ് ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യൂട്യൂബിൽ നമ്മൾ വീഡിയോ കാണുമ്പോൾ പല സുഹൃത്തുക്കളും പറയാറുണ്ട് യൂട്യൂബിൽ പഴയ വീഡിയോകളൊക്കെയാണ് അധികം നമുക്ക് കാണാൻ സാധിക്കുന്നത്. യൂട്യൂബിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ഈ മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ വന്ന വീഡിയോകൾ അല്ലെങ്കിൽ ഈ ഒരു 24 മണിക്കൂറിനിടയിലൊക്കെ വന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും റീസെൻ്റായിട്ട് നമ്മൾ കാണുന്ന ചാനലുകൾ, നമ്മൾ എന്തെങ്കിലും കാണുന്ന വീഡിയോ ചാനലുകളുടെ അതിനകത്ത് വന്ന ആ ചാനലുകളിൽ വന്ന വീഡിയോകളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ കണ്ടെത്താൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി വളരെ സിമ്പിളാണ്. നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്ത ശേഷം ഏറ്റവും മുകളിൽ നമുക്ക് ഒരുപാട് ടാഗുകൾ കാണാൻ സാധിക്കും. വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇത് നമ്മളിങ്ങനെ ഇടത് ഭാഗത്തേക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും അവസാന ഭാഗത്തെത്തുമ്പോൾ നമുക്ക് സെൻഡ് ഫീഡ്ബാക്ക് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് തൊട്ട് മുമ്പായിട്ട് നമുക്കിവിടെ റീസെൻ്റ്ലി അപ്ലോഡഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഏറ്റവും റീസെൻ്റായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോകൾ കാണാൻ സാധിക്കും. 1 മണിക്കൂർ 31 മിനിറ്റ് 35 മിനിറ്റ് അതുപോലെ തന്നെ 4 മിനിറ്റ് ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോകളൊക്കെ നമുക്ക് ഇതിനകത്ത് യൂട്യൂബിൽ ഇപ്പോൾ പല ആളുകളും സെർച്ച് ചെയ്യുന്ന സമയത്ത് പഴയ വീഡിയോകൾ 4 വർഷം മുന്നുള്ള വീഡിയോകളും 3 വർഷം മുന്നുള്ള വീഡിയോയൊക്കെ ആയിരിക്കും കാണാൻ സാധിക്കുക. റീസെൻറ്റ് അപ്ലോഡിൽ നമ്മൾ ക്ലിക്ക് കഴിഞ്ഞാൽ ഏറ്റവും റീസെൻ്റായിട്ട് നമ്മൾ കാണുന്ന ചാനലുകളിൽ ഏറ്റവും അവസാനമായിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോകൾ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഒരു കാര്യം കൂടി പരിശോധിക്കാനുള്ളത്, നമുക്ക് പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു ന്യൂസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണമെങ്കിൽ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് നമുക്ക് എല്ലാ ന്യൂസും അറിയണമെങ്കിൽ നമുക്ക് അതിനുവേണ്ടി ചെറിയൊരു ടിപ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ ഈ ഒരു ടിപ്സ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ആ ഒരു ടിപ്സ് ഇതിനെ കൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് മാത്രം. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ഏത് വീഡിയോ ആണോ നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ആ വീഡിയോ നിങ്ങൾ ആദ്യം സെർച്ച് ചെയ്യുക. ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് എന്ത് വിഷയമാണോ വേണ്ടതെങ്കിൽ ആ വിഷയം നിങ്ങൾ സെർച്ച് ചെയ്യുക. അപ്പോൾ ഉദാഹരണത്തിന് ലോകായുക്ത, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ന്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ലോകായുക്തയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്, നമുക്കറിയാൻ സാധിക്കും. അപ്പം ഞാനിവിടെ ലോകായുക്ത എന്ന് നമ്മൾ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ലോകായുക്തയുമായി ബന്ധപ്പെട്ട് ഈ മണിക്കൂറിൽ വന്ന ലോകായുക്ത എന്ന് മാത്രം ഞാൻ ടൈപ്പ് ചെയ്തു, സെർച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ലോകായുക്തയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും അവസാന മണിക്കൂറുകൾ വന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തകൾ അറിയുന്നതിന് വേണ്ടി ഏറ്റവും മുകളിലുള്ള ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. അതായത് നമ്മൾ ഏത് വിഷയമാണോ വേണ്ടെങ്കിൽ ആ വിഷയം സെർച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഏറ്റവും മുകളിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫിൽറ്റേഴ്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ അപ്ലോഡ് ഡേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിലൂടെ എനി ടൈംസ് എന്നുള്ള ഓപ്ഷനാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ എനി ടൈം എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ 1 മാസം മുന്നുള്ളതോ അല്ലെങ്കിൽ 1 വർഷം മുന്നേ ഉള്ളതോ ഒക്കെ നമുക്ക് ഇതിനകത്ത് ലഭിക്കും. ഇവിടെ നമുക്ക് ലാസ്റ്റ് ഹവർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ അവസാന മണിക്കൂറിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വാർത്ത, ആ വിഷയവുമായി ബന്ധപ്പെട്ട വാർത്ത നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. തൊട്ട് താഴെ നമുക്ക് ടുഡേ എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈ 24 മണിക്കൂറിൽ, അതായത് ഇന്ന് ദിവസം 24 മണിക്കൂറിൽ വന്ന വാർത്തകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദിസ് വീക്ക് എന്നുള്ളത് ഈ ആഴ്ചയിൽ വന്ന വീഡിയോകൾ, ദിസ് മന്ത് ദിസ് ഇയർ, ഈ മാസത്തിലോ ഈ വർഷത്തിലോ വന്ന വീഡിയോകൾ നമുക്കിതിന് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ എന്തെങ്കിലും കാര്യം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപകടമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ സെർച്ച് ചെയ്തതിന് ശേഷം ഈ ഫിൽറ്റേഴ്സിൽ പോയിട്ട് ലാസ്റ്റ് അവർ എന്നുള്ള ക്ലിക്ക് ചെയ്ത് താഴെ കാണുന്ന ഭാഗത്ത് അപ്ലൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ ഏറ്റവും അവസാന മണിക്കൂറിൽ ആ ലോകായുക്തവുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകൾ കാണാൻ സാധിക്കും. ഇവിടെ 38 മിനിറ്റ് 25 മിനിറ്റ് ഇങ്ങനെ നമുക്ക് ഓരോ മിനിറ്റിൽ വന്ന ആ ഒരു വാർത്തകളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇതാണോ നമ്മൾ ഒന്നാമതായിട്ട് യൂട്യൂബിൽ പരിശോധിച്ച കാര്യം. ഇനി രണ്ടാമത്തതും മൂന്നാമത്തതും നമുക്ക് വാട്സപ്പിൻ്റെ കാര്യത്തിലാണ്. വാട്സപ്പ് പല സുഹൃത്തുക്കൾ പറയാണ്ട് ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന മെസ്സേജുകൾ നമുക്ക് ശല്യമാണ്, നമുക്കത് ഓഫ് ചെയ്യാൻ എന്ത് സാധിക്കുമെന്നുള്ളത്. പല ആളുകളും അത് ലെഫ്റ്റ് അടിച്ച് പോകാറാണ് ചെയ്യാറുള്ളത്. കാരണം ലെഫ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്രൂപ്പ് പൂർണ്ണമായിട്ട് നമ്മുടെ വാട്സപ്പിൽ നിന്ന് നഷ്ടപ്പെടും. പക്ഷേ ആ ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജുകളൊക്കെ നമുക്ക് ശല്യമാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യം ഈ വാട്സപ്പ്
ഗ്രൂപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ശേഷം ഏറ്റവും മുകളിൽ നമ്മൾ പ്രൊഫൈൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം താഴെ കാണുന്ന ഭാഗത്ത് നമുക്ക് ഇവിടെ നിങ്ങൾക്ക് മ്യൂട്ട് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് കൊടുക്കുക. ശരി, ഇവിടെ 8 മണിക്കൂർ, ഒരാഴ്ച, ഓൾവേസ് എന്നുള്ള 3 ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഓൾവേസ് എന്നുള്ള ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴെ കാണുന്ന ഭാഗത്ത് ഷോ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ടിക്ക് ആണെങ്കിൽ ഒന്ന് അൺടിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് വരുന്ന മെസ്സേജുകൾ നമ്മുടെ ശല്യം ഉണ്ടാകില്ല, അതിന് നോട്ടിഫിക്കേഷൻ കാണില്ല. മാത്രമല്ല നമുക്ക് ആ ഒരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനകത്തുള്ള മെസ്സേജുകൾ കാണാൻ സാധിക്കുള്ളൂ. ഇതാണ് ഇതിനകത്തുള്ളൊരു. ഇവിടെ നമുക്കൊരു മറ്റൊരു ഫീച്ചർ കൂടെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ വാട്സപ്പ് അടുത്ത കാലത്തായിട്ട് കൊണ്ടുവന്നൊരു ഫീച്ചറാണ് ഈ ആർക്കൈവ് എന്നുള്ള ഓപ്ഷൻ. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. വാട്സപ്പുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനലാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഓരോ ഫീച്ചേഴ്സുകൾ എത്തുന്ന ഉടനെ തന്നെ ഏറ്റവും ആദ്യത്തിൽ നിങ്ങളിലേക്ക് ആ ചാനലിലൂടെ വാട്സപ്പിൻ്റെ അപ്ഡേറ്റുകൾ എത്തിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്തതിന് ശേഷം ഈ നോട്ടിഫിക്കേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് സ്ക്രീനിലും ആ ഒരു ചാനൽ സ്ക്രീനിലും നമുക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പ് കാണേണ്ട. എപ്പോഴെങ്കിലും നമുക്ക് ഫ്രീ ആകുന്നിടത്ത് സമയത്ത് മാത്രം ഓപ്പൺ ചെയ്താൽ മതിയെങ്കിൽ ഇങ്ങനെ നമ്മൾ നോട്ടിഫിക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓഫ് ചെയ്തതിന് ശേഷം ആ ഒരു ഗ്രൂപ്പ് ഇതുപോലെ ലോങ് പ്രസ് പിടിക്കുക. ഏറ്റവും മുകളിലുള്ള ഈ ആർക്കൈവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിലുള്ള ഈ ആർക്കൈവ് എന്നുള്ള ഓപ്ഷനിലേക്കാണ് പോവുക. ഇതിനകത്തായിരിക്കും നമുക്ക് പിന്നെ ഗ്രൂപ്പ് കാണാൻ സാധിക്കുക. ഇതിൽ ആ ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജ് നമുക്ക് കാണാൻ സാധിക്കില്ല. ആ ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജ് നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവില്ല. ആ ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജിൻ്റെ നോട്ടിഫിക്കേഷൻസ് നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീനിൽ കാണാൻ സാധിക്കില്ല. അങ്ങനെ നമുക്കൊന്നും ഒരു രീതിയിൽ നമുക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് വരുന്ന ഒരു മെസ്സേജ് നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ ഇനി ആ മെസ്സേജ് കാണണമെങ്കിൽ നമ്മൾ ഈ ആർക്കൈവ് എന്നുള്ള ഏറ്റവും മുകളിലുള്ള ഈ ഭാഗം ക്ലിക്ക് കൊടുക്കുക. ഇതിനകത്ത് ആ ഗ്രൂപ്പ് നമ്മൾ സെലക്ട് ചെയ്യുക. എന്ന് നമുക്ക് അതിനകത്തുള്ള മെസ്സേജുകൾ കാണാൻ സാധിക്കും. അതായത് നമ്മൾക്ക് ശല്യമില്ലാതെ വാട്സപ്പ് ഗ്രൂപ്പ് നിയന്ത്രിക്കാൻ, ലെഫ്റ്റ് അടിക്കാതെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു ടിപ്സാണ് നമ്മൾ രണ്ടാമത്തെ പരിശോധിച്ചത്. മൂന്നാമത്തെ കാര്യം വാട്സപ്പിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെയാണ്. നമ്മളെല്ലാവരും വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുന്ന ആളുകളാണ്. വാട്സപ്പ് സ്റ്റാറ്റസിൽ നമ്മൾ സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു സുഹൃത്തിനെ മറച്ചു വെക്കണം, അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റാറ്റസ് ആര് കാണേണ്ട എന്നാണെങ്കിൽ ഇങ്ങനെ വാട്സപ്പ് സ്റ്റാറ്റസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ചില ആളുകൾക്ക് നമ്മൾ കാണേണ്ട എന്നാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ ഏതെങ്കിലും പ്രിയപ്പെട്ട ആളുകൾ മാത്രം കണ്ടാൽ മതി, മറ്റ് സുഹൃത്തുക്കളൊന്നും കാണേണ്ട എന്നുള്ള ഫോട്ടോ ആണെങ്കിൽ, ഒരു ഫാമിലി ഫോട്ടോസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിൽ ആദ്യം ചെയ്തു വെക്കേണ്ടത് നിങ്ങളുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ഭാഗത്ത് ഓപ്പൺ ചെയ്യുക. ഏറ്റവും മുകളിൽ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്റ്റാറ്റസ് പ്രൈവസി ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ മൈ കോൺടാക്റ്റ് അക്സെപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇതിൽ നിങ്ങൾക്ക് ആരെല്ലാം നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് കാണേണ്ടതെങ്കിൽ അവരെ മാത്രം സെലക്ട് ചെയ്യുക. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കുറച്ച് ആളുകളുടെ പേര് ഇതുപോലെ സെലക്ട് ചെയ്യുകയാണ്. ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പം ഞാൻ സെലക്ട് ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമേ ഞാൻ ഇടുന്ന വാട്സപ്പ് സ്റ്റാറ്റസുകൾ കാണാൻ സാധിക്കുകയുള്ളൂ. ഓർക്കുക, നിങ്ങളുടെ കാണേണ്ട ആളുകളാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഇത് സെലക്ട് ചെയ്യാത്ത ആളുകൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കില്ല. ഞാനിപ്പോൾ ഇത്രയും പേരെ ഇതുപോലെ സെലക്ട് ചെയ്തു. ഇനി എല്ലാവരും സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ ടിക്ക് മാർക്ക് ക്ലിക്ക് കഴിഞ്ഞാൽ മൊത്തത്തിൽ സെലക്ട് ആകും. വേണ്ടാത്ത ആളുകളെ മാത്രം ഇതുപോലെ അൺടിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശേഷം നമ്മൾ താഴെ കാണുന്ന ഭാഗത്ത് ഈ ടിക്ക് മാർക്ക് ഒന്ന് ക്ലിക്ക് കൊടുക്കുക. ശേഷം ഇത് നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു സെറ്റിങ്സിൽ ആ ഒരു അത്രയും പേര് നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നമ്മുടെ സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട സ്റ്റാറ്റസ് ഏതാണെങ്കിൽ അത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആരെല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ടോ ആ വ്യക്തികൾക്ക് മാത്രമേ നിങ്ങളുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഫീച്ചറാണ് മൂന്നാമത് നമ്മൾ പരിശോധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.